തിരുവനന്തപുരം PMGയിൽ ഇരുചക്ര വാഹന ഷോറൂമിലെ തീപിടുത്തത്തിൽ കേസെടുത്ത് മ്യൂസിയം പോലീസ് 2 കോടിയുടെ നാശനഷ്ടമുണ്ടായതാണ് കണക്ക്. കാരണം കണ്ടെത്താനായി ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ്. ഷിജോ കുര്യൻ ചേരുന്നുണ്ട്. ഷിജോ, ഇതുവരെ കാരണം എന്താണ് എന്നറിഞ്ഞിട്ടില്ല അല്ലെ? എത്ര വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്? അതന്നെ ഇന്ന് പുലർച്ചെ 3:45 തിരുവനന്തപുരം പ്ലാമൂട് പ്രവർത്തിക്കുന്ന TVSന്റെ ലോക്ടെക് എന്ന് പറയുന്ന ഷോറൂമിൽ തീപിടുത്തമുണ്ടായത്. ഈ തീപിടുത്തത്തിൽ 2 കോടി രൂപയുടെ നഷ്ടം ഉടമയ്ക്ക് സംഭവിച്ചു എന്നുള്ള കാര്യമാണ് പോലീസ് FIRലൂടെ പറയുന്നത്. ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യമാണ് പോലീസ് പ്രാഥമികമായിട്ട് അന്വേഷിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇതൊരു ഷോർട്ട് സർക്യൂട്ടിൽ നിന്നാണ് തീപിടുത്തം ഉണ്ടായതെന്നുള്ള വിലയിരുത്തൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഷോർട്ട് സർക്യൂട്ട് ആണ് എന്ന് സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. 3 നില കെട്ടിടമാണ്. താഴത്തെ നിലയിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്നു. രണ്ടാമത്തെയും മൂന്നാമത്തെയും നിലയിൽ ഈ പറയുന്നത് പോലെ വാഹനത്തിന്റെ സ്പെയർ പാർട്സും ടയറുകളും മറ്റ് ഫ്യൂവൽസും ഇന്ധനമടക്കമുള്ളവ സൂക്ഷിച്ചിരുന്നു. ഫയർഫോഴ്സ് രാവിലെ പറഞ്ഞിരുന്നു, സ്റ്റോർ റൂമിൽ സൂക്ഷിക്കേണ്ട വസ്തുക്കൾ ഷോറൂമിൽ സൂക്ഷിച്ചത് അപകടത്തിന് ഇടയാക്കിയിട്ടുണ്ടാകാം എന്നുള്ള വിലയിരുത്തൽ ഫയർഫോഴ്സ് രാവിലെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ FIR ഇട്ട് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നത്. എന്താണ് തീപിടിക്കാനുണ്ടായ കാരണം നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഫോറൻസിക് വിഭാഗം അവിടെ എത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തുകയാണ്. എന്തായാലും 2 കോടി രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിനകത്ത് തീപിടുത്തം ഉണ്ടായാൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഫയർഫോഴ്സ് കണ്ടെത്തിയിരുന്നു. അപ്പോൾ എങ്ങനെ തീപിടുത്തം ഉണ്ടായി, എന്തുകൊണ്ട് മുകളിൽ ഈ സ്റ്റോർ റൂമിൽ സൂക്ഷിക്കേണ്ട സാധനങ്ങൾ എന്തുകൊണ്ട് ഷോറൂമിൽ സൂക്ഷിച്ചു, ഇതടക്കമുള്ള കാര്യങ്ങളും പോലീസ് വളരെ വിശദമായിട്ട് അന്വേഷിക്കും. ധന്യ.